ഇനി ഇപ്പം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്നതാണ് നമുക്കെപ്പോഴും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാള് അപ്പുറത്ത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്തുണ്ടാവുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണോ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളാണോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ കുറച്ച് സമയത്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് അയാൾ നാർസിസ്റ്റിക് തന്നെയാണ് ആ ട്രെയ്റ്റ്, ഇത് കോൺഫിഡൻസിൻ്റെ ഭാഗമല്ല എന്ന് പറയാനുള്ള എന്തെങ്കിലും. ഓക്കെ. നമുക്കതിൽ ഏറ്റവും കൂടുതൽ അത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പാടാണ്. അതായത് റിലേഷൻഷിപ്സിലാണെങ്കിൽ പോലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന എപ്പിസോഡ്സ് ഉണ്ടാവും. എപ്പോഴാ അറിയോ? അവർക്ക് ഇഷ്ടപ്പെടുന്ന വേർഷനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആൻഡ് നമ്മളും അറിയാതെ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ട്യൂൺഡായിട്ട് ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ വേർഷനായിട്ട് നിൽക്കുമ്പോൾ അത്രയ്ക്ക് അറ്റൻഷനും കെയറും എല്ലാ രീതിയിലുള്ളതും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ പറഞ്ഞതുപോലെ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും വരുമ്പോഴാണ് വേറൊരു വേർഷൻ നമ്മൾ കാണാം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് അയ്യോ അപ്പം എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഡിസഗ്രിമെൻറ്റ്സ് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻസൾട്ടഡ് ആയേക്കാം, അല്ലെങ്കിൽ എന്നെ എന്തും പറഞ്ഞ് ഹേർട്ട് ചെയ്തേക്കാം. എന്നെ ഇയാളുടെ ഒരു രീതിയിൽ ഇയാൾ പുറമേക്ക് എത്ര നല്ല പേഴ്സണായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്നെ വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെ അവരുടെ പാർട്ട്നേഴ്സ് പോകാറുണ്ട്. അപ്പം എമ്പത്തിയാണ് ഇവിടെ കീ ഫാക്ടർ. ഓക്കെ. മറ്റൊരാൾ ഹേർട്ട് ആവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല എന്നുള്ള രൂപത്തിലൊക്കെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അതാണ് നാർസിസ്റ്റിക് പേഴ്സൻ്റെ മെയിനായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അപ്പോൾ അയാൾ കോൺഫിഡൻ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയുക, സ്ട്രോങ് ഒപ്പീനിയൻ പറയുകയാണെങ്കിലും മറ്റേ ആൾ ഹേർട്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടാവും അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അവർക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാൻ. മനസ്സിലാവുന്നുണ്ട്? ആ ഒരു എമ്പതി അവിടെ കോൺഫിഡൻ്റ് ആളുകളിൽ ഉണ്ടാവും. അപ്പുറത്തുള്ള ആൾക്കാർക്ക് സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഭയങ്കര ലോ ആയതുകൊണ്ടാണ് അവർ ആക്ച്വലി നാർസിസിസ്റ്റ് ആയിട്ട് മാറുന്നത്. ഇൻറ്റേർണലി ഭയങ്കര ഫ്രജൈലാണ് അവർ. ഓ, ഭയങ്കര ഫ്രജൈലാണ്. ഓക്കെ. അവർക്ക് പോലും ചിലപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അവരുടെ റിയാക്ഷൻസ് എസ്കലേറ്റഡ് ആയിട്ടും ഭയങ്കരമായിട്ട് വരുന്നത്. കാരണം നമ്മൾ പോലും ഇൻറ്റൻറ്റ് ചെയ്യാതെ പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ അവരുടെ ആ ഇൻഫീരിയർ തോട്ടിനെയോ സെൽഫ് എസ്റ്റീം ലോ ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളെയോ ആ ലോ കോൺഫിഡൻസിനെയോ എഫക്റ്റ് ചെയ്യും. അപ്പോൾ റിയാക്ഷൻസ് അതിൻ്റെ പുറത്താണ് വരുന്നത്. നമുക്കത് മനസ്സിലാവില്ല, ഇതെങ്ങനെ ഇതിന് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ എന്താ വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമ്മൾ അവർ പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടത് നോക്കി അവരെ മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ ഈ എസ്കലേഷൻസ് എടുക്കാനുള്ളൊരു പേടിയും പാർട്ട്നേഴ്സ് എപ്പോഴും നമ്മൾ പറയും എക്സലിൻ്റെ മുകളിൽ നടക്കുന്ന അവസ്ഥയായിരിക്കും എന്ന് പറയും. എന്ന് വെച്ചാൽ പൊട്ടും. അത് പൊട്ടിയാൽ നമ്മൾ ട്രബിളിലായില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ അലേർട്ട് സ്റ്റേറ്റിൽ ഇങ്ങനെ പേടിച്ച് ഇവരെങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കണം. ഇവർക്ക് പ്രശ്നമാവുന്ന എന്തെങ്കിലും ഇവരുടെ ചുറ്റും നടക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കേണ്ട അവസ്ഥയാവും. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുമ്പോൾ ബോംബ് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഭയങ്കര ഹൈ ആയിട്ട് നമ്മൾ കൊള്ളാം എന്നുള്ള ഫീൽ അപ്പോഴേ വരുള്ളൂ. അപ്പോൾ ബേസിക്കലി കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് എന്തുണ്ടാവും വെച്ചാൽ ഇവരുടെ അപ്രൂവൽ ഇല്ലാതെ നമ്മൾ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. എപ്പോഴും ഇവരുടെ ഒരു ഹാപ്പിനെസ്സോ ഇവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ കൊള്ളാം, ഞാനും കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ നമ്മൾ ട്യൂൺഡായി പോകും. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് ആങ്ഷ്യസ് സ്റ്റേറ്റിലൂടെ പോയി പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ പാർട്ട്നേഴ്സിന് ഉണ്ടാവുക. ആ എമ്പതി ഇല്ലയെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മനസ്സിലാക്കി തരാനുള്ള എഫേർട്ട് ഉണ്ടോ അതോ വെറുതെ ബഹളം അടിയിടി അതിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ആൻഡ് നിനക്ക് നിങ്ങളായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ക്രിട്ടിസൈസ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. ഹെൽത്തി ക്രിറ്റിസിസം അതും ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ടോണ്, നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഇതിനെയൊക്കെ മിസ്റീഡ് ചെയ്യുന്നുണ്ടോ, വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമുക്കൊരു നാർസിസിസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സർഫസ് ലെവലിൽ അല്ലേ? അതെ. പക്ഷെ അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കാരണം സ്നേഹം തരുന്ന ആ നല്ല മൊമെൻറ്റ്സ് ഭയങ്കര കിടലാവുമ്പോൾ
നമുക്ക് അടുത്ത ആ ഒരു മൊമെന്റ് കിട്ടാനായിട്ട് നമ്മളറിയാതെ ക്രേവ് ചെയ്യുന്നത് പോലെയാവും.